നിങ്ങൾ ടെക്നിക്കൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങൾക്കൊരു സുവർണാവസരം. വളരെ ക്ലീശയായിട്ടുള്ളൊരു ഡയലോഗാണിത് അല്ലേ? എന്നാൽ ഇത് വളരെയധികം സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. 2024 എന്ന് പറയുന്ന വർഷത്തിൽ ഏകദേശം 25,000-ഓളം വേക്കൻസീസാണ് ടെക്നിക്കൽ യോഗ്യതയുള്ള കുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെയിൽവേ എക്സാം കണ്ടക്ട് ചെയ്തത്. ITI യോഗ്യതയുള്ളവർ, ഡിപ്ലോമയുള്ളവർ, BTech, MTech ഒക്കെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 25,000-ഓളം ഒഴിവുകൾ. വേറെ ഏത് എക്സാമിനാണ് ഇത്രത്തോളം വേക്കൻസീസ് ഉള്ളത്? എന്നാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പലപ്പോഴും ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ട് കാര്യമായിട്ടുള്ളൊരു ഗ്രാഹ്യമില്ല. അതുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ ടെക്നിക്കൽ ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ നിങ്ങൾക്ക് ഓരോ എക്സാംസിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് എക്സാംസിനെ പരിചയപ്പെടുത്തി തരിക, അല്ലെങ്കിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ഒരു എക്സാം എടുത്തു കഴിഞ്ഞാൽ ആ എക്സാമിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏജ് വരും അല്ലേ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വരും, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരും. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പലർക്കും കാര്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. റെയിൽവേ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകളിലേക്കും A1 തൊട്ട് C2 വരെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഓരോ പോസ്റ്റുകളിലേക്കായിട്ട്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ആ വീഡിയോ ലഭ്യമാണ്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീഡിയോസിനെ പരിചയപ്പെടുത്തി തരുന്നു. അതിനുശേഷം ആ പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് എത്രയാണ്, ആ പോസ്റ്റിൻ്റെ സാലറി എത്രയാണ്, ആ പോസ്റ്റിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിൻ്റെ സിലബസ് എന്താണ്, എന്തൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത്, മാർക്കിൻ്റെ വെയിറ്റേജ് എന്താണ്, എവിടെ നിന്ന് വേണം പഠിക്കാനായിട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഓരോ പരീക്ഷകളെ പരിചയപ്പെടുത്തി തരാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ITIയോ BTechോ MTechോ ഡിപ്ലോമയോ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ അവസരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വർഷം തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. ഇന്ത്യൻ റെയിൽവേയിൽ വരുന്ന എല്ലാ അവസരങ്ങളെയും പറ്റി നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ് വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരുപാട് സീരീസ് ഓഫ് വീഡിയോസ് നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.